പണ്ട് കാലത്ത് ഉമ്മാമ്മമാരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു ഈ മുട്ടമാല എന്ന് പറയുന്നത്. സിമ്പിൾ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും മുട്ട എടുക്കാം. ഞാനിവിടെ 15 മുട്ടക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുക. ഇനി മുട്ടയുടെ പാടൊക്കെ കളയാൻ മഞ്ഞ എടുത്തിട്ട് ഇതുപോലൊരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം. പിന്നെ ഒരു പ്ലാവില എടുത്തിട്ട് ഇതേപോലത്തെ ഒരു ഷേപ്പിലായി കൊടുക്കുക, ഒരു കോൺ ഷേപ്പിലായി കൊടുക്കുക. പഞ്ചസാര വെള്ളം ഉണ്ടാക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. 2 വലിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് എഗ് വൈറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പഞ്ചസാരയിലെ കീടങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. സയന്റിഫിക് ആയിട്ടൊന്നും അറിയില്ലെങ്കിൽ ഉമ്മ പറഞ്ഞ അറിവാണ്. അങ്ങനെ പഞ്ചസാരയിലെ കീടങ്ങളൊക്കെ കളഞ്ഞ ശേഷം നല്ല ക്ലിയർ ആയിട്ട് വന്നാൽ മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ, മഞ്ഞ ഇതുപോലെ പ്ലാവിലയിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വട്ടം കറക്കിയാൽ മതി. സംഭവം കഴിഞ്ഞു. അങ്ങനെ മുട്ടമാല റെഡിയായി. മുട്ടമാല പൂർണ്ണമാവണമെങ്കിൽ അതിൻ്റെ പിഞ്ഞാണത്തപ്പം വേണം. അപ്പോൾ ഒരു ജാറിലേക്ക് മുട്ടയുടെ വെള്ളയും കുറച്ച് ഏലക്കയും പിന്നെ പാൽപ്പൊടിയും ആവശ്യത്തിന് മാത്രം പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ തടവി കൊടുത്തിട്ട് നമ്മൾ അടിച്ചെടുത്തതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. പിഞ്ഞാണത്തപ്പം സെറ്റായി. നന്നായി വെന്ത് വന്ന പിഞ്ഞാണത്തപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സേവ് ചെയ്യാം. അപ്പോൾ ഡെക്കറേഷൻ്റെ കാര്യത്തിൽ എൻ്റെ അനിയത്തി പുലിയാണ്. മുട്ടമാല ഒരു മൊഞ്ചത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് അടിപൊളിയല്ലേ?